ഈ പ്രപഞ്ചത്തിലെ ഏറ്റവും മഹത്തായ ഗ്രന്ഥം. അത് നിൻ്റെ മുമ്പിലുണ്ട്, നിൻ്റെ കയ്യിലുണ്ട്. അത് മറ്റൊരു ലോകത്ത് നിന്ന് വന്ന ഗ്രന്ഥമാണ്. അതിൽ നിറയെ ഒരുപാട് രഹസ്യങ്ങളുണ്ട്, വിജ്ഞാനങ്ങളുണ്ട്, അധ്യാപനങ്ങളുണ്ട്, കഥകളുണ്ട്, ചരിത്രമുണ്ട്. നമുക്ക് ചിന്തിക്കാൻ ഒരുപാടുണ്ട്. അത് കേവലം ഒരു ഗ്രന്ഥം മാത്രമല്ല, ഒരാത്മാവ് കൂടിയാണ്. നിർജീവമായ ഹൃദയങ്ങൾക്ക് അത് ജീവൻ നൽകുന്നു. അതുകൊണ്ട് തന്നെ ഈ മാസത്തിൽ ആ മഹത്തായ ഗ്രന്ഥത്തെ അടുത്തറിയാനും പഠിക്കുവാനും പാരായണം ചെയ്യുവാനും നമുക്ക് അവസരമുണ്ടാകണം. വിശുദ്ധ റമദാൻ നമ്മെ വിട്ടു പോകുന്നതിന് മുമ്പ് ഒരധ്യായമെങ്കിലും അതിൻ്റെ അർത്ഥവും ആശയവും പഠിച്ചുകൊണ്ട് തദബ്ബറോടുകൂടെ ചിന്തയോടുകൂടെ പാരായണം ചെയ്യാൻ നമുക്ക് അവസരമുണ്ടാകണം. അതോടൊപ്പം തന്നെ ഖുർആൻ അവതരിച്ച മാസമാണ് റമദാൻ. അതുകൊണ്ട് ഖുർആൻ പാരായണത്തിന് വലിയ പ്രാധാന്യം നൽകാൻ നമുക്ക് സാധിക്കേണ്ടതുണ്ട്. ഈ മാസം നമ്മെ വിട്ട് പിരിഞ്ഞിട്ടും അതല്ലെങ്കിൽ ഈ മാസം കഴിഞ്ഞു പോകുന്നതിന് മുമ്പ് ഒരു പ്രാവശ്യമെങ്കിലും അള്ളാഹുവിൻ്റെ ഗ്രന്ഥം പാരായണം ചെയ്യാൻ നമുക്ക് അവസരം കിട്ടാതിരുന്നാൽ നമ്മൾ എത്രമാത്രം ഭാഗ്യം കെട്ടവരാണ്. അതുകൊണ്ട് ഖുർആൻ പാരായണം ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക്, ഒരു പ്രാവശ്യമെങ്കിലും ഈ മാസം അത് ഓതി തീർക്കണം എന്ന് ചിന്തിക്കുന്നവർക്ക് ഞാനൊരു എളുപ്പ വഴി പറഞ്ഞു തരികയാണ്. ഒരു ദിവസം 24 മണിക്കൂറിൽ ഒരമണിക്കൂർ നിങ്ങൾ മാറ്റിവെക്കാൻ തയ്യാറാണോ? വളരെ ഭംഗിയായി ഖുർആൻ പൂർണ്ണമായി ഓതി തീർക്കാൻ നിങ്ങൾക്ക് സാധിക്കും. ഒന്നുകൂടി ലളിതമായി പറഞ്ഞാൽ, ഓരോ ദിവസവും ഒരു ജുസ് ഒരു ദിവസം പാരായണം ചെയ്താൽ 30 ദിവസം കൊണ്ട് 30 ജുസ് നമുക്ക് തീർക്കാൻ കഴിയും. ഒന്നുകൂടെ ലളിതമാക്കി പറയുകയാണെങ്കിൽ, ഒരു ദിവസം നിങ്ങൾ ഖുർആനിൽ നിന്ന് ഒരു 20 പേജ് പാരായണം ചെയ്താൽ ഖുർആൻ ഓതി തീർക്കാം. അതെങ്ങനെ നമുക്ക് പാരായണം ചെയ്യാം? 5 നേരങ്ങളിൽ നമ്മൾ നമസ്കരിക്കുമ്പോൾ ആ 5 നേര നമസ്കാരങ്ങൾക്ക് മുമ്പോ ശേഷമോ ഒരു 4 പേജ് വീതം ഓതി തീർക്കാൻ നമ്മളതിന് തീരുമാനിച്ചാൽ, ഒരു പ്ലാനിംഗ് ഉണ്ടെങ്കിൽ ഭംഗിയായി നമുക്ക് ഖുർആൻ ഓതി അവസാനിപ്പിക്കാം. അതുകൊണ്ട് ഈ നിലക്ക് നമ്മൾ ചിന്തിക്കുകയും, ജീവിതത്തിൽ എനിക്ക് വന്നു കിട്ടിയ വലിയ അവസരമാണിത്, ഇത് കഴിയുന്നതിന് മുമ്പ് പ്രപഞ്ചനാഥൻ്റെ കലാമായ ഖുർആൻ അതൊരു പ്രാവശ്യമെങ്കിലും ഓതാൻ എനിക്ക് അവസരമുണ്ടാകണമെന്ന് ചിന്തിക്കാൻ നമുക്ക് കഴിയണം. അതിന് അല്ലാഹു നമുക്ക് അവസരവും തൗഫീഖും പ്രദാനം ചെയ്യുമാറാകട്ടെ.